SHERINZ TasteTheBestന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്. ഇതുണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട, വെറും 30 മിനിറ്റ് മാത്രം മതി. നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്, പിന്നെ 2 ഫുൾ വെളുത്തുള്ളി, 7 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പേസ്റ്റാക്കി വെക്കാം. ഒരു ബൗൾ പുളിയില്ലാത്ത തൈര്, പിന്നെ കുറച്ച് സ്പൈസസ്, ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട, പിന്നെ 1 ടേബിൾ സ്പൂൺ പെപ്പർ, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ആദ്യം ചിക്കൻ ഇട്ടിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തൈര് ഇട്ട് കൊടുക്കാം. ഇനി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും, പിന്നെ 2 മീഡിയം സൈസ് സവാള നല്ല ഫ്രൈ ചെയ്ത് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഒരു ബൗള് മല്ലിയിലയും പുതിനയിലയും കൂടെ ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി, വലിയ ജീരകം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, അത് ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ നമ്മുടെ ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട, ഈ സ്പൈസസ് എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം, ഒന്ന് സെറ്റ് ആവട്ടെ. ഇനി ഒരു നോൺ സ്റ്റിക്ക് പോട്ട് ചൂടാക്കി അതിൽ നമ്മൾ സവാള ഫ്രൈ ചെയ്ത് ബാക്കി വന്ന ഓയിലുണ്ടാവും, ആ ഓയിലും പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നമ്മൾ ഈ ചിക്കനൊക്കെ അതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ അതിലിട്ടിട്ടൊന്ന് മൂടി വയ്ക്കുക. മൂടി വയ്ക്കുമ്പോൾ ഈ ചിക്കനിൽ താനെ വെള്ളമൊക്കെ ഒന്ന് വന്നോളും. എന്നിട്ട് ആ വെള്ളം വറ്റി കഴിഞ്ഞാൽ അത്ര മതി, വല്ലാതെ ഫ്രൈ ആയിട്ട് എടുക്കൊന്നും വേണ്ട. ആ ഓയിലൊക്കെ ഒന്ന് കിടന്നിട്ട് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം, അത്ര മതി. ഇനി ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറക്കുമ്പോൾ ഇതുപോലെ ചിക്കനിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വയ്ക്കുക. ഇനി ആ ചിക്കനിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചിക്കനൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ബിരിയാണിക്കുള്ള റൈസ് ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അരി 1 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അരി വെന്ത് വരുമ്പോൾ പുറമേ വിരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളിൽ ശരിക്കും വെന്തിട്ടുണ്ടാവില്ല. ഇനി ഒരു ബിരിയാണി പൊട്ടി ചൂടാക്കി അതിലൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. ഇനി ഇതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, വലിയ ജീരകം, കറുവപ്പട്ട എല്ലാം കൂടെ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിവിടെ 1 കിലോ ചിക്കനിലേക്ക് 1 കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ നേരെ ഇരട്ടി വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതായത് 1 ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എന്നൊരു തോതിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് മൂടി വയ്ക്കുക. ഈ സമയം ഗ്യാസ് നല്ലോണം ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് അരി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മൂടി തുറന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് ഗ്യാസ് ലോ ഫ്ലെയിമിൽ, വളരെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അരി വെള്ളത്തിൽ ഇടുന്നതിന് മുമ്പായിട്ട് അതിലെ വെള്ളം ഒരു 10 മിനിറ്റ് എങ്കിലും വാരാൻ വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അളന്ന വെള്ളത്തേക്കാൾ കൂടുതൽ അളവ് വെള്ളം അതിലേക്ക് വരും. അപ്പോൾ അരിയുടെ വേവും കൂടിപ്പോവും. ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും അരിയുടെ വേവ് ഒരു 1/4 വേവ് ആവാനേ പാടുള്ളൂ. അതിന് നമ്മൾ തിളപ്പിച്ച് ഊറ്റുകയാണെങ്കിലും ഇങ്ങനെ വെക്കുകയാണെങ്കിലും ഒരു 90% വേവേ വരാൻ പാടുള്ളൂ. ഇപ്പോൾ ബിരിയാണിക്കുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടൽ പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ചോറ് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് എല്ലാ സൈഡിലേക്കും ഒന്ന് പരത്തി വെച്ചതിന് ശേഷം കുറച്ച് മല്ലിയിലയും വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി അതിൻ്റെ മേലൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ആഡ് ചെയ്യാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ചിക്കനിലേക്കും അത്യാവശ്യം നെയ്യ് ഇട്ടിട്ടുണ്ട്, പിന്നെ റൈസ് വേവിക്കുന്നതിലേക്കും നമ്മൾ നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ബാക്കി വന്നാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ചോറും കൂടെ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ദമ്മിടാൻ വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ചൂടോടെ സെർവ് ചെയ്യാം. മൂടി തുറക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഭയങ്കര അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മേലത്തെ ചോറ് നമ്മൾ
ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി വരുന്ന ചിക്കനും റൈസും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിനി ഇത് ചൂടോടെ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര പോലും സമയം വേണ്ട. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓളമർത്തി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീണ്ടും ഒരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷെറിൻ.